വിവാദത്തിന് പിന്നാലെ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷ നേതാവിന് ക്ഷണം. തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വി.ഡി. സതീശന്റെ ഔദ്യോഗിക വസതിയിലേക്കാണ് കത്തെത്തിയത്. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിൽ ക്ഷണിക്കാത്തത് വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലം ചേരുന്നുണ്ട്. പ്രശാന്ത്, എന്താണ് ഇങ്ങനെയൊരു താമസമുണ്ടായത്? ഈ വിവാദത്തിന് അടിസ്ഥാനമായ കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? നീലിവ അല്പസമയം മുമ്പാണ് തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് കത്ത് എത്തിയത്. ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തായിരുന്നു. നേരത്തെ പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലായിരുന്നു. കോവളം MLA വിൻസെന്റിനും അതോടൊപ്പം തന്നെ ശശി തരൂർ MPക്കും മാത്രമായിരുന്നു ഈ തുറമുഖത്തിന്റെ ഉദ്ഘാടനത്തിൽ ക്ഷണിച്ചുകൊണ്ട് കത്തയച്ചത്. അത് വലിയ വിവാദമായിരുന്നു. വിൻസെന്റ് MLA അടക്കമുള്ളവർ തങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തു. പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് തന്നെ പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ രൂക്ഷമായ വിമർശനം സർക്കാരിനെ ഉണ്ടാകുകയും ചെയ്തിരുന്നു. സർക്കാർ ഇതിന് ഒരു മറുപടി എന്ന നിലയിൽ, അല്ലെങ്കിൽ സർക്കാർ ഇതിന് വിശദീകരണം നൽകിയിരുന്നത് ഈ തുറമുഖോദ്ഘാടനം എന്ന് പറയുന്നത് സർക്കാരിന്റെ 4ാം വർഷ വികസനവുമായി ബന്ധപ്പെട്ട ഉദ്ഘാടനം കൂടിയാണ് നടക്കുന്നത് എന്നാണ് അറിയിച്ചത്. അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവിന് ക്ഷണമില്ലാത്തതെന്ന് ആയിരുന്നു സർക്കാർ ഒരു വിശദീകരണം നൽകിയത്. തുടർന്ന് വലിയ രീതിയിൽ ഇതിൽ ഒരു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു, പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊണ്ട് ഒരു കത്ത് നൽകിയിരിക്കുന്നത്. തുറമുഖ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ നിന്നുമാണ് കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് കത്തെത്തിയത്. വലിയ രീതിയിൽ വിമർശനങ്ങളും പ്രതിഷേധങ്ങളും എല്ലാം ഉണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ കത്തെഴുതുന്നത്. എന്നാലും കത്ത് അയച്ചെങ്കിൽ പോലും അതിലൊരു പൂർണ്ണമായൊരു രീതിയിൽ ഈ ഔദ്യോഗിക ക്ഷണം എന്ന നിലയിൽ ഇല്ലെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇനി പ്രതിപക്ഷ നേതാവ് പാലക്കാടാണുള്ളത്. പാലക്കാട് നിന്നും എന്താണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് എന്ന് ആണ് ഇനി എവരും ഉറ്റുനോക്കുന്നത്. കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് ഈ വിഷയത്തിൽ പ്രതികരിക്കുമെന്ന് അറിയിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ ഇതിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നടക്കമുള്ള കാര്യങ്ങൾ താൻ മാധ്യമങ്ങളോട് വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ പ്രതിപക്ഷ നേതാവിന്റെ വാർത്താ സമ്മേളനം ഉണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യും. നിലവിൽ പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിനായി പ്രതിപക്ഷ നേതാവിനെ ക്ഷണിച്ചുകൊണ്ടൊരു കത്ത് പ്രതിപക്ഷ നേതാവിന്റെ ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. നീലിമ, ശരി.